ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യണം, പിന്നെ ടാങ്ക് കവർ ഒരെണ്ണം സെറ്റ് ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വർക്ക് ജനറൽ സർവീസായിട്ട് ചെയ്തേക്കണത് ഇപ്പോൾ 67,223 ഇപ്പോൾ വണ്ടി വർക്കിൽ കയറിയേക്കണത്. 67,623 കേട്ടോ. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം പോയി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനാണ്. അപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ സ്പോക്കറ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. വീൽ ബെയറിംഗ് ഒക്കെ, വീലിൻ്റെ ഡാമ്പർ റബ്ബറാണ്, ഓക്കെയാണ്, വേറെ പ്രശ്നമില്ല. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്തായിരുന്നു, വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ടയർ കുറച്ചും കൂടിയും ഓടിക്കഴിഞ്ഞാൽ മാറ്റി കളയാം, കാരണം ഏകദേശം തീർന്നിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ് നോക്കുമ്പോൾ അറിയാം, അത് ഈ സൈഡിലത്തെ കട്ട മാത്രമേ ഉള്ളൂ, സെൻറ്ററിലെ കാര്യമായിട്ട് പെടുത്തില്ല. അപ്പോൾ ഏറെക്കുറെ അത് തീർന്നേക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇടയ്ക്ക് അത് മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോളാം. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത്. അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താക്കിയിട്ട് പിന്നെ ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ ബാറ്ററി ടെസ്റ്റ് കൂടി കൂടുതൽ നടത്തി വിടുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 13.17 വരെ കാണിക്കുന്നുണ്ട്, 13 മുകളിലുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.65 വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഒരല്പം വോൾട്ട് കുറവുണ്ട്, പക്ഷേ എന്നാൽ പോലും കംപ്ലൈൻറ്റ് ഒന്നും പറയാറായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഈ സൈഡ് ചെക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ എഞ്ചിൻ സൈഡ് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്, കാണുന്ന ഓയിൽ ലീക്കാണ്. അപ്പോൾ നമുക്ക് ഈ ടെൻഷനറിൻ്റെ ഇവിടെ വരുന്ന ഗ്യാസ്കറ്റ് പോയേക്കാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അതൊന്ന് അഴിച്ച് മാറ്റിയാൽ, അപ്പോൾ ആ ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ട് മൊത്തം മൊത്തം വലിച്ചേക്കണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും അത് എവിടെ നിന്നാണെന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഈ കവറിൻ്റെ ഈ ടെൻഷനറിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസ്കറ്റാണ് ലീക്ക് ആയേക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. അതിനുശേഷം വാട്ടർ സർവീസ് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിക്കോളും. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ടയറും ഈ പറഞ്ഞ രീതിക്ക് ഏറെക്കുറെ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ സെൻട്രൽ ലൈൻ വന്നത്. എൻ്റെ ടയർ വെയർ ഇൻഡിക്കേഷനൊക്കെ ഓൾറെഡി മാഞ്ഞു തുടങ്ങി. ഇതാണ് അതിൻ്റെ മാർക്ക് കിടക്കുന്നത് കേട്ടോ. ടയർ വെയർ ഇൻഡിക്കേഷൻ്റെ കറക്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ അതൊക്കെ ഓൾറെഡി മാഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്, ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളാം. വലിയ മഴ പിടിക്കുന്നേക്കാളും ഒക്കെ മാറ്റാം. ഫ്രണ്ട് ഫോർക്കൊക്കെ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഫ്രണ്ട് വീൽ ബെയറിങ്ങും ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് നോക്കുമ്പോൾ കുറച്ചും കൂടിയാണ് തീരാനുള്ളൂ. ഇത് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണത് കേട്ടോ. അതിനോട് ലെവലായി കഴിഞ്ഞാൽ മാറ്റണം, പക്ഷേ നിസ്സാരം കൂടി ഓടാനുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിട്ട് ഓടിക്കാം, ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇത് തീർന്ന ഇവിടെ ബ്രേക്കിൻ്റെ ഈ പാഡ് തീരുമ്പോൾ പ്ലേറ്റുമേക്ക് കയറി പിടിക്കും. അപ്പോൾ അങ്ങനെ ഉരച്ചൊരു സൗണ്ട് വരും. അത് നമ്മുടെ ഉപയോഗം പോലെ. ഇനിയിപ്പോൾ അങ്ങടേക്ക് മഴയാണ് വരാൻ പോണേ. അപ്പോൾ റിസ്ക് എടുക്കാതിരിക്കണമായിരിക്കും നല്ലത്, കാരണം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ കുറേ കൂടി ഉപയോഗിച്ചിട്ട് മാറ്റിയാലും മതി. ഇനി അതല്ല, നമ്മൾ ശ്രദ്ധ കുറവാണെങ്കിൽ കൈയോടെ മാറ്റിക്കളയാം. കാരണം എന്താ വെച്ചാൽ മഴ സമയത്ത് കൂടുതൽ തേമാനമായി, കാരണം ചെളി മണ്ണ് കാര്യങ്ങളൊക്കെ തെറിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തേമാനം എന്തെങ്കിലും വരും. അപ്പോൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിട്ടാലും മതി, തീർന്നിട്ട് മാറ്റിയാൽ മതി. കാരണം കുറേ കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി. ഇനി അതല്ല, നമുക്ക് ശ്രദ്ധ കുറവാണെന്നുണ്ടെങ്കിൽ മാറ്റി കളഞ്ഞേക്കാം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ മെറ്റലിട്ട് പ്ലേറ്റ് കയറി പിടിക്കും, പ്ലേറ്റ് കംപ്ലീറ്റ് വരും കേട്ടോ. അത് നോക്കിയേക്കാം. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാലും നമ്മൾ മാറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യമായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനൊന്നുമില്ല. നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് മാറ്റിയിടണം. പിന്നെ ഫ്രണ്ട് അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇവിടെ തന്നെ ബൂട്ട് റബ്ബർ മാറ്റാം. പിന്നെ ബ്രേക്ക് പാഡ് ഞാൻ അതിനകത്ത് കൂട്ടിയിട്ടുണ്ട്. നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ പറഞ്ഞാൽ നമ്മൾ ടാങ്ക് ബാഗ് ഇടണം, വാട്ടർ സർവീസ് ചെയ്യണം, ഇതൊക്കെയാണോ. അപ്പോൾ അതും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം, നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.